ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് സെപ്റ്റംബർ മാസത്തിലെ ജനറൽ PSC അപ്ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നോട്ടിഫിക്കേഷൻ, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം അല്ലെ. അപ്പൊ ദേവസ്വം ബോർഡുകളിൽ 312 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എപ്പോഴാണ്, ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, അതുപോലെ ഒഴിവുള്ള തസ്തികകൾ ഏതൊക്കെയാണ്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഡൗട്ടുകൾ ഞാൻ കാണാനിടയായി. അതായത് ദേവസ്വം LDCനെ കുറിച്ച് കുറച്ച് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ക്ലാരിഫിക്കേഷൻ ആണ് നമ്മൾ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോ ആദ്യം പറയാനുള്ളത് എന്താണ്, തിരുവിതാംകൂർ, കൊച്ചിൻ, ഗുരുവായൂർ, കുടൽമാണിക്യം ദേവസ്വങ്ങളിലെ 37 തസ്തികകളിലായിട്ട് 312 ഒഴിവിലേക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ, the Kerala Devaswam Recruitment Board has invited applications for 312 vacancies in 37 posts in Travancore, Cochin, Guruvayur and Kudalmanikam Devaswam. ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക? The opportunity is for Hindu religious group അല്ലെ, ഹിന്ദു മത വിഭാഗക്കാർക്കാണ് അവസരം വന്നിട്ടുള്ളത്. ഇതില് applications will be accepted till September 30, അതായത് സെപ്റ്റംബർ 30 വരെ അപേക്ഷ സ്വീകരിക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കാവുന്നതാണ്. വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.kdrb.kerala.gov.in എന്നുള്ളതാണ് വെബ്സൈറ്റ്. ഓക്കെ, ഇവിടെ പറഞ്ഞു തരാം, അത് ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. www.kdrb കേട്ടോ, KDRB ആണ് കേട്ടോ, KDRB ആണ്, kdrb.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. അപ്പൊ സെപ്റ്റംബർ 30 വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. സോ വേഗം അപ്ലൈ ചെയ്യാം. ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഹിന്ദു റിലീജിയസ് ഗ്രൂപ്പ് ആണ്. 312 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതില് ഏതൊക്കെയാണ്, ഒരുപാട് തസ്തികകളുണ്ട്. 312 വാക്കൻസീസ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഒരുപാട് തസ്തികകളുണ്ട്. എന്നാൽ നമുക്ക് പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തസ്തികകളാണ് നമ്മൾ ഇത് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 ആണ്. 113 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 113 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് ശാന്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് 51 വാക്കൻസീസ് ആണ് കേട്ടോ. ഏതാണ് അടുത്തത് ശാന്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് 51 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാച്ച്മാൻ ഗുരുവായൂർ ദേവസ്വം വാച്ച്മാൻ 38 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് കഴകം കൊച്ചിൻ ദേവസ്വം ബോർഡ് 15 വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്യൂൺ ഓഫീസ് അറ്റൻഡന്റ് 14 വാക്കൻസീസ്. പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചർ ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തന്നെയാണ് 12 വാക്കൻസീസ്. അപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണ് കൂടുതലും വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി പ്രൈമറി ടീച്ചർ PRT ഗുരുവായൂർ ദേവസ്വം ബോർഡ് 11 വാക്കൻസീസ്. സ്ട്രോങ് റൂം ഗാർഡ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് 9 വാക്കൻസീസ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 7 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് പറഞ്ഞത്, LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ 113 വാക്കൻസീസ് ഗ്രേഡ് 2 ആണ് അല്ലെ. അതുപോലെ തന്നെ ശാന്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് 51 വാക്കൻസീസ് ആണ്. വാച്ച്മാൻ ഗുരുവായൂർ ദേവസ്വം 38 വാക്കൻസീസ് ആണ്. പിന്നെ ഏതാണ്, കഴകം കൊച്ചിൻ ദേവസ്വം ബോർഡ് 15 വാക്കൻസീസ്. പിയൂൺ ഓഫീസ് അറ്റൻഡന്റ് 14 വാക്കൻസീസ്. പാർട്ട് ടൈം പഞ്ചവാദ്യം കം വാച്ചർ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് 12 വാക്കൻസീസ്. പ്രൈമറി ടീച്ചർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് 11 വാക്കൻസീസ്. സ്ട്രോങ് റൂം ഗാർഡ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് 9 വാക്കൻസീസ്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡ് 7 വാക്കൻസീസ്. അപ്പൊ ഇത്രയും വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതില് നമ്മൾ ഈ പറഞ്ഞില്ലേ, LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ് കേട്ടോ. +2 അല്ലെങ്കിൽ അതിന് ഇക്വാലന്റ്, ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2 അല്ലെങ്കിൽ ഇക്വാലന്റ് ആണ് പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പ്യൂൺ ഓഫീസ് അസിസ്റ്റന്റ് ആണെങ്കിൽ, പ്യൂൺ ഓഫീസ് അറ്റൻഡന്റ് ആണെങ്കിൽ SLC/JM അല്ലെങ്കിൽ ഇക്വാലൻസി ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതില് പ്യൂൺ ഓഫീസ് അറ്റൻഡന്റ് SLC/JM അല്ലെങ്കിൽ അതിന്റെ ഇക്വാലൻസ് പറഞ്ഞിട്ടുണ്ട്. സൈക്ലിംഗ് ഓടിക്കാൻ
അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. സൈക്കിൾ ഓടിക്കാൻ അറിയണം, സൈക്ലിംഗ് ഓടിക്കാൻ അറിഞ്ഞിരിക്കണം എന്ന് പറയില്ല അല്ലെ. സൈക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം, എന്നാൽ അത് വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും ബാധകമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി വാച്ച്മാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് 38 വാക്കൻസീസ് ആണ്. 7ാം ക്ലാസ് മതിയാകും. എന്നാൽ ഈ വാച്ച്മാനിലേക്ക് വനിതകൾക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കും അപേക്ഷിക്കാനായിട്ട് സാധ്യമല്ല. ഇനി അടുത്തത് ശാന്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് ആണെങ്കിൽ എത്ര വാക്കൻസീസ് ആണ്? 51 വാക്കൻസീസ് ആണ്. അതിൽ 9ാം ക്ലാസ് ജയം അല്ലെങ്കിൽ അതിന് ഇക്വലൻസി ആണ് പറഞ്ഞിട്ടുള്ളൂ. സംസ്കൃത പരിജ്ഞാനം, ശാന്തി പ്രവൃത്തി പരിചയം സംബന്ധിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്ത്രി അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ് വേണം. പുരുഷന്മാർക്കാണ് അവസരം. അപ്പോൾ വാച്ച്മാൻ അതുപോലെ തന്നെ ശാന്തി ഇത് രണ്ടും പുരുഷന്മാർക്കാണ് അവസരം ഉണ്ടാകുക കേട്ടോ. അപ്പൊ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അറിയാലോ, www.kdrb.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിയാൽ മതിയാകും. ഒരുപാട് വാക്കൻസീസ് നമ്മൾ പറഞ്ഞു, 312 വാക്കൻസീസ് ആണ് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് സെപ്റ്റംബർ 30 വരെ അപേക്ഷിക്കാവുന്നതുമാണ്. അതിൽ തിരുവിതാംകൂർ, കൊച്ചിൻ, ഗുരുവായൂർ, കുടൽമാണിക്യം അതുപോലെ തന്നെ ദേവസ്വങ്ങളിൽ 37 തസ്തികകളിലെ 312 ഒഴിവിലേക്ക് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഹിന്ദുമത വിഭാഗക്കാർക്കാണ് അവസരം വന്നിട്ടുള്ളത്. സെപ്റ്റംബർ 30 വരെ അപേക്ഷ സ്വീകരിക്കുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഒരുപാട് ഡൗട്ടുകൾ, ദേവസ്വം LDCനെ സംബന്ധിച്ച് ഒരുപാട് ഡൗട്ടുകൾ വന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാന്ന് നോക്കാം, അതിന്റെ ആൻസറുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ ആണ് അടുത്തത് നമ്മൾ. ഓക്കെ, അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം LDC സബ് ഗ്രൂപ്പ് ഓഫീസർ തസ്തികയിലുണ്ടല്ലോ, ആ തസ്തികയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തസ്തിക എന്ന് പറയുന്നത് LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ആണ്. ആ തസ്തികയിൽ നിശ്ചയിച്ചിരുന്ന കമ്പ്യൂട്ടർ യോഗ്യതയിൽ ഒരു വ്യക്തതയില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് മാത്രമാണ് ഇതിലെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് മാത്രമാണ് എന്തിൽ പറഞ്ഞിട്ടുള്ളൂ? വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഇക്വാലൻസി എന്താണ്, അതുപോലെ തന്നെ ഉയർന്ന യോഗ്യത എന്താണ് എന്നിവയൊന്നും അതിനെ സംബന്ധിച്ച വിവരങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതായത് DCA, BCom, CA, BCA, MCA തുടങ്ങിയ ഉയർന്ന യോഗ്യതകൾ ഉണ്ടാവല്ലോ, അവർക്ക് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗിന് പകരമായിട്ട് വിവിധ തസ്തികകൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ ഇത്തരം യോഗ്യത നേടിയവർ അപേക്ഷിച്ചാൽ നിയമന പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായ മറുപടി ലഭിച്ചില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഗുരുവായൂർ ദേവസ്വം LDC നിയമനവും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് നടത്തുന്നത്. അപ്പൊ ഇതിന്റെ യോഗ്യത +2 കമ്പ്യൂട്ടർ പരിജ്ഞാനവുമായിരുന്നു. ഇതേ രീതിയിൽ തിരുവിതാംകൂർ ദേവസ്വം LDC വിജ്ഞാപന യോഗ്യതയും മാറ്റിയാൽ ധാരാളം പേർക്ക് അപേക്ഷിക്കാൻ അവസരം ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കമ്പ്യൂട്ടർ യോഗ്യതയിൽ ഒരു വ്യക്തത ഇപ്രാവശ്യം ദേവസ്വം LDC വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതായത് ദേവസ്വം വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് ആ വ്യക്തത എന്ന് നോക്കാം. Those with equivalent computer qualification can also apply. അതായത് കമ്പ്യൂട്ടർ യോഗ്യതക്കാർക്കും അതിന്റെ ഇക്വാലന്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. പിന്നെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ഹാസ് ക്ലാരിഫൈഡ് ദ കമ്പ്യൂട്ടർ qualification prescribed for the post of Travancore ദേവസ്വം LD clerk and subgroup officer. അതായത് തിരുവിതാംകൂർ ദേവസ്വം LD clerk subgroup officer തസ്തികയിൽ നിശ്ചയിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ യോഗ്യതയിൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വ്യക്തത വരുത്തിയിരിക്കുകയാണ്. എന്താണ് ആ വ്യക്തത? തത്തുല്യ കമ്പ്യൂട്ടർ യോഗ്യതക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ്. Candidates with other qualification recognized with the government Kerala PSC as equivalent to the qualification of computer word processing certificate from a recognized institution may also apply. അതായത് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് എന്ന യോഗ്യതയ്ക്ക് അതിന്റെ ഇക്വാലന്റ് ആയിട്ട് അല്ലെങ്കിൽ തത്തുല്യമായി സർക്കാർ കേരള PSC അംഗീകരിച്ചിട്ടുള്ള മറ്റു യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ നൽകാവുന്നതാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എന്താണ്? ക്വാളിഫിക്കേഷൻ ഇൻക്ലൂഡിംഗ് കോഴ്സസ് കണ്ടക്ടഡ് ബൈ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡിംഗ് ദി സബ്ജക്ട് ഓഫ് വേർഡ് പ്രോസസിംഗ് ആർ ഓൾസോ ആക്സെപ്റ്റബിൾ ഫോർ ദിസ് പോസ്റ്റ്. അതായത് വേർഡ് പ്രോസസിംഗ് വിഷയം ഉൾപ്പെടുത്തി സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകൾ ഉൾപ്പെടെയുള്ള യോഗ്യതകൾ ഈ തസ്തികയിൽ സ്വീകാര്യമാണ് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതനുസരിച്ചുള്ള അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ തുല്യത തെളിയിക്കേണ്ടത് ഉദ്യോഗാർത്ഥികളുടെ തന്നെ ഉത്തരവാദിത്തമാണെന്നും സെപ്റ്റംബർ 11 പുറത്തിറക്കിയ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഡൗട്ട്, എന്താണ് ആൻസർ എന്ന് മനസ്സിലായല്ലോ. അതായത് തിരുവിതാംകൂർ ദേവസ്വം LDC സബ് ഗ്രൂപ്പ് ഓഫീസർ തസ്തികയിൽ നിശ്ചയിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ യോഗ്യതയിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഉയർന്ന യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
DCA, BCom, CA, BCA, MCA തുടങ്ങിയ ഉയർന്ന യോഗ്യതകൾ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന് പകരമായിട്ട് വിവിധ തസ്തികകളിൽ സ്വീകരിക്കാറുണ്ട്. എന്നാൽ അത് ഇവിടെ സ്വീകരിക്കുമോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ എന്താണ് അതിനൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ദേവസ്വം LDC തന്നിരിക്കുകയാണ്. Those with equivalent computer qualification can also apply. അതായത് തത്തുല്യ കമ്പ്യൂട്ടർ യോഗ്യതക്കാർക്കും അപേക്ഷിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത്. Devaswam Recruitment Board has clarified the computer qualification prescribed for the post of Travancore Devaswam LD Clerk Subgroup Officer. Candidates with other qualification recognized by the government or Kerala PSC is equivalent to the qualification of computer word processing certificate from a recognized institution may also apply. മനസ്സിലായല്ലോ? അതായത് ഈ ദേവസ്വം ബോർഡിൽ ഏറ്റവും കൂടുതൽ ഈ വാക്കൻസീസ് വരുന്നത് LDC വിഭാഗത്തിലാണ് 113. ഇപ്പൊ 312 100-ൽ കൂടുതലും LDC വിഭാഗത്തിലാണ്. LDC വിഭാഗത്തിൽ ഈ കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഇക്വാലൻസി എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ദേവസ്വം LDC വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോ വന്നിരിക്കുകയാണ്. എന്താണ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് എന്ന യോഗ്യതയ്ക്ക് തത്തുല്യമായിട്ട് സർക്കാർ കേരള PSC അംഗീകരിച്ചിട്ടുള്ള മറ്റു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപേക്ഷ നൽകാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേർഡ് പ്രോസസ്സിംഗ് വിഷയം ഉൾപ്പെടുത്തി സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകൾ ഉൾപ്പെടെയുള്ള യോഗ്യതകൾ ഈ തസ്തികയിൽ സ്വീകാര്യമാണ് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഇതനുസരിച്ച് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഹാജരാക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ തുല്യത തെളിയിക്കേണ്ടത് ഉദ്യോഗാർത്ഥികളുടെ ഉത്തരവാദിത്തമാണെന്നും സെപ്റ്റംബർ 11 പുറത്തിറക്കിയ അറിയിപ്പില് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ദേവസ്വം LDC-നെ കുറിച്ച് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ടുള്ളത്. 312 വാക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 312 വാക്കൻസീസ് ആണ്. സെപ്റ്റംബർ 30 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഏതൊക്കെ ദേവസ്വം ബോർഡിലാണ്? തിരുവിതാംകൂർ, കൊച്ചിൻ, ഗുരുവായൂർ, കൂടൽമാണിക്യം ദേവസ്വങ്ങളിലെ 37 തസ്തികകളിൽ 312 വാക്കൻസീസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. സോ ഇതുപോലത്തെ കാര്യങ്ങളാണ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.